ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ സുവിശേഷ ഘോഷണത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കൊയ്നോണിയ എന്ന ഗ്രീക്ക് പദമാണ് കൂട്ടായ്മയെ അഥവാ ഫെല്ലോഷിപ്പിനെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊയ്നോസ് എന്ന ഗ്രീക്ക് പദം കോമൺ അല്ലെങ്കിൽ ഷെയർഡ് എന്ന അർത്ഥതലങ്ങളെയും ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ ഒരാൾക്കും തന്നെത്താൻ യാതൊരു നിലനിൽപ്പില്ല എന്നും മറ്റൊരു ദൈവസൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ മാത്രമേ ഒരു നിലനിൽപ്പ് ആർക്കും സാധ്യമാവുകയുള്ളൂ എന്ന അർത്ഥവുമാണ് ഈ പ്രയോഗത്തിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. ഗ്രീക്ക് സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ പദത്തിന് കച്ചവടവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തത്തെയും മറ്റ് വിവിധ രീതിയിലുള്ള കൂടിച്ചേരലിനെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമ പശ്ചാത്തലത്തിൽ ക്രിസ്തു ശരീരമാകുന്ന സഭയിൽ അംഗങ്ങളായ നമുക്ക് സുവിശേഷ ഘോഷണത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്നും മനുഷ്യർ തങ്ങളുടെ ഭാവനകളിൽ നിർമ്മിച്ചിട്ടുള്ള വർണ്ണ ലിംഗ വിവേചനങ്ങൾക്ക് യാതൊരുവിധ യുക്തിയുമില്ലെന്ന് ഈ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ് എന്നും അതിൽ യഹൂദനും യവനനും എന്നില്ല എന്നും ദാസനും സ്വതന്ത്രനും എന്നില്ല എന്നും ആണും പെണ്ണും എന്നില്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. എവിടെയാണ് ക്രിസ്തുവിൽ നമുക്കുള്ള കൂട്ടായ്മ സമൂഹത്തിൽ വിമോചനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്ക് വഹിക്കുന്നത്? അതിനാൽ ക്രിസ്തു വിശ്വാസത്തിൽ കൂട്ടാളികളായി സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളുമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.